അഫോർഡബിൾ എന്ന് പറഞ്ഞാല് ഇത്രയും എക്സ്ട്രീം ആയിട്ട് നിങ്ങൾക്ക് ഒരു ഓഫ് റോഡിങ്ങില് ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തരുന്ന ഒരു മിഷൻ അതിനെ മേയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ്. ABS ഡ്യുവൽ ചാനൽ ABS ആണ്. പക്ഷെ എന്നാലും ബ്രോ ഇതിന്റെ കാലിപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കൊണ്ട് ലോങ് പോകാൻ പറ്റുമോ ഇതില്? പക്ഷേ അഡ്വഞ്ചർ ബൈക്കിൽ ഞങ്ങൾ ഒരിക്കലും ഇതിന്റെ ഒന്നും ക്വാളിറ്റി നോക്കുമില്ല. ഇതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വീടും പൊട്ടിയും പോകേണ്ട സാധനങ്ങളാണ്. പെയിന്റ് ഞങ്ങൾ നോക്കുമില്ല, എപ്പോഴും സ്ക്രാച്ച് ആകുന്ന സാധനങ്ങളാണ്. ദ റോഡ് എൻഡ്സ് ഹിയർ. പക്ഷേ റോഡ് എൻഡ് ആയാലും പ്രശ്നമില്ലാത്ത ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഹീറോ എക്സ്പൾസ് 210. 2019 ഒരു ഹീറോ ഒരു വെഹിക്കിൾ പുറത്തിറക്കി, ഹീറോയുടെ എക്സ്പൾസ് 200. അതിന് മുന്നേ ഒരു ഇമ്പൾസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മാർക്കറ്റിൽ അത്ര പ്രതീക്ഷിച്ച പോലെ ഹിറ്റായില്ല. അതിനുശേഷമാണ് ഹീറോ എക്സ്പൾസ് 200നെ കൊണ്ടുവന്നത്. പക്ഷേ ഈ വണ്ടി ഹീറോ പ്രതീക്ഷിച്ചതിലും എല്ലാവരും പ്രതീക്ഷിച്ചതിലും വളരെയധികം കത്തിക്കേറി. കാരണം അതുപോലെ 200s ആണ് ഇന്ത്യൻ റോഡുകളിൽ കാണാൻ പറ്റുമായിരുന്നത്. ഇന്ത്യൻ റോഡുകളിലുപരി കേരള റോഡ്സിലും ഇഷ്ടം പോലെ എക്സ്പൾസുകളായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് വണ്ടി ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള വണ്ടി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സൗകര്യം, വണ്ടിയുടെ പെർഫോമൻസ് ആവശ്യത്തിനുള്ള പെർഫോമൻസ്, നല്ല മൈലേജ്, ഏത് ടെറൈൻസിലും കേരള റോഡ്സിലെ ഏത് ടെറൈൻസിൽ കൂടെയും യാത്ര ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള അതിൻ്റെ ഒരു അഡ്വഞ്ചർ ക്യാരക്ടേഴ്സ്, ഇതെല്ലാം കൊണ്ട് ഹീറോ എക്സ്പൾസ് 200നെ ആളുകൾ കൈനീട്ടി സ്വീകരിച്ചു. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷനായിട്ട് എക്സ്പൾസ് 210നെ ഈ വർഷമാണ് ഹീറോ അവതരിപ്പിച്ചത്. അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹീറോ എക്സ്പൾസ് 200ന് ആദ്യം 2V ആയിരുന്നു, പിന്നീടാണ് 4V ഒക്കെ വന്നത്. ഏതായാലും കുറേ അപ്ഡേഷൻസ് ഒക്കെ വരുത്തി കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് പുതിയ 210 കൊണ്ടുവന്നത്. നമ്മുടെ കരീസ്മ ZMR-ൻ്റെ 210 എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. 24 bhp പവറും 20 Nm ഓഫ് ടോർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് കൂളിംഗ് ഫെസിലിറ്റി ഒക്കെയുള്ള ഒരു വണ്ടിയാണ് ഈ ഇരിക്കുന്നത്. ഏതായാലും ഞാൻ അധികം ഇൻട്രോ പറയുന്നതിലും ഭേദം ഇതിൻ്റെ യൂസർ തന്നെ വണ്ടിയെ പറ്റി പരിചയപ്പെടുത്തുകയും ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞു തരികയും ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. സോ ഇതിൻ്റെ യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാം. സോ ഇതാണ് എക്സ്പൾസ് 210ൻ്റെ ഓണർ. ഹായ് മാൻ, മിസ്റ്റർ ഫ്രാങ്ക്. ഐ ആം ഫ്രാങ്ക് എന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കുറേ വെഹിക്കിൾ സംബന്ധമായ വീഡിയോസ്, നമ്മളൊക്കെ ഒരേ ടൈപ്പ് വീഡിയോസ് ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ എക്സ്പൾസ് 210 സ്വന്തമാക്കി. ഇതിന് മുന്നേ വേറെ എക്സ്പൾസ് ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ട് 200 4V. അതിപ്പോഴും ഉണ്ട്, അത് കൊടുത്തിട്ടില്ല. ഞാൻ ബ്രോയുടെ ഫ്ലാറ്റ് വരുമ്പോഴും ആ വണ്ടി അത് കൊടുത്തിട്ടില്ലല്ലേ? ഓക്കെ, ഞാൻ അത് മാറ്റിയിട്ടായിരുന്നു. ഇല്ല. ഓക്കെ, അപ്പം 210 210 വാങ്ങിക്കണമെന്ന് എന്തുകൊണ്ട് തോന്നി? എങ്ങനെയാണ് ഈ ഒരു ബൈക്കിലേക്ക് വന്നതെന്ന് നമുക്ക് ആദ്യമേ ചോദിക്കാം. ഓക്കെ, ആക്ച്വലി എൻ്റെ പേജിൽ മെയിനായിട്ട് ഞാൻ അപ്ഡേഷൻ വീഡിയോസ് കുറേ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വെഹിക്കിൾ ഇറങ്ങുന്നുള്ള അപ്ഡേഷൻ വീഡിയോ ഫസ്റ്റ് മലയാളത്തിൽ നമ്മുടെ പേജിൽ നിന്നാണ് പുറത്ത് പോകുന്നത്. ഓക്കെ, ആ ടൈമിൽ ഭയങ്കര ആൾക്കാർ വരില്ല, എക്സ്പൾസ് ഒരിക്കലും കരീസ്മയുടെ എഞ്ചിൻ ഇത് വെക്കാൻ പോകുന്നില്ല, ഇനി അവർക്കുള്ളത് 300 400 cc ആയിരിക്കും ഉള്ളതായിരുന്നു. അപ്പൊ അന്നേ അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് അനൗൺസ് ചെയ്തു. അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ആദ്യത്തെ സീരീസ് വണ്ടി സ്വന്തമാക്കണമെന്നുള്ളത്. പിന്നെ ഉള്ളത് അത് ഒരാഗ്രഹം. പിന്നെ നമുക്കൊരു റൈഡിങ്ങിൽ തോന്നിയത് ഈ 2024 IBWയിൽ ഞാൻ കൊച്ചി ടു ഗോവ റൈഡ് ചെയ്തപ്പോൾ അതിലാണ് പോയത്. കൂടെയുള്ള ഡോമിനാർ ADV 3 വണ്ടിയൊക്കെ അവർ ക്രൂസ് ചെയ്യുന്ന 120 130 ക്രൂസ് ചെയ്യുന്നത്. എൻ്റെ 200 ടോപ്പ് സ്പീഡ് 120 ഓക്കെ. അപ്പോൾ ഒബിയസ്ലി എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു ഡിയോക്സി, കാരണം അത് എസ്ഓക്സി ഇത് ഡിയോക്സി എഞ്ചിൻ. അപ്പൊ എനിക്കൊരു ഡിയോക്സി എഞ്ചിൻ അത്യാവശ്യം ഒരു 120 ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി എടുക്കണം. എന്നത് അഡ്വഞ്ചർ ബൈക്ക് ആയിരിക്കണം, എന്നാൽ അത് ഭയങ്കര അഫോർഡബിൾ ആയിരിക്കണം. നമ്മുടെ നാട്ടില് എക്സ്പൾസ് 210 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രൈസിങ്ങിലും ഈ ഒരു എഞ്ചിൻ ക്വാളിറ്റിയിലും വേറെ ബൈക്കില്ല. ബ്രോ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് എടുത്താൽ അഡ്വഞ്ചർ 390 ഉണ്ട്, ഹിമാലയൻ 450 ഉണ്ട്, പക്ഷെ 4 ലക്ഷത്തിന് മേളിൽ ഇവർക്ക് പ്രൈസ് കൊടുക്കേണ്ടി വരും. പിന്നെ ഉള്ളത് സുസുക്കിയുടെ XS 250 ഉണ്ട്, V-Storm ഉണ്ട്, പക്ഷെ ഒരിക്കലും അത് ഓഫ് റോഡ് പ്രാക്ടിക്കൽ അല്ല, അത് ടൂറാണ്. പിന്നെ ഹോണ്ടയുടെ NS 200 ഉണ്ട്, ഒരിക്കലും ഓഫ് റോഡ് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ അപ്പോൾ നമുക്ക് അതിലെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ 210 ആണ്. അങ്ങനെ ഞാൻ 210 തീരുമാനത്തിലോട്ട് വന്നു. ഓക്കെ, അപ്പം ഹൈവേ ക്രൂസിംഗിനാണ് മെയിൻലി ഇത് ഉദ്ദേശിച്ചത്. ഒബിയസ്ലി കാര്യം ഹൈവേ ക്രൂസിംഗ് നമുക്ക് കംഫർട്ടായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റണമല്ലോ. അതായത് പിന്നെ ഓഫ് റോഡിങ്ങിൽ നമുക്ക് എന്തായാലും വിശ്വാസമുണ്ട്, കാര്യം ഹീറോ ആണ്, ഒരിക്കലും പ്രതീക്ഷ കൈവിടില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു ഉറപ്പുണ്ട്. പിന്നെ 200 ഉപയോഗിച്ചപ്പോഴേ ആ ഒരു ഉറപ്പ് കിട്ടി. പിന്നെ ഉറപ്പായിട്ട്
ഉറപ്പ് കിട്ടി. അല്ല എന്താണെന്ന് ചോദിക്കുക, ആ 200 ഉപയോഗിച്ചതിൽ എത്ര നാൾ 200 കീപ്പ് ചെയ്തു? 2 വർഷത്തോളം ഉപയോഗിച്ചു. 2 വർഷം ഇത് use അപ്പം അത്രയും നാളത്തെ അതിന്റെ ഒരു നെഗറ്റീവ്സ് ആയിട്ട് എന്തെങ്കിലും, എല്ലാം പോസിറ്റീവ്സ് ആയിരിക്കും, അതിന്റെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവേ കാണുള്ളൂ. പക്ഷേ ബ്രോയുടെ വീഡിയോ കാണുന്ന ഒരാള് ഈ തമ്മിൽ കാണുന്ന ഓപ്പൺ ആക്കുന്ന തന്നെ ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം അറിയണമല്ലോ. അതെ. അപ്പൊ അതിപ്പോഴാണല്ലോ. അപ്പം അതിൽ നെഗറ്റീവ് എടുത്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നു എക്സ്പൾസ് 200-ൽ? ഓക്കെ, പോരായ്മകൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഹൈവേ ക്രൂസിംഗ് നടക്കില്ല. സെക്കൻഡ് ഹെഡ്ലൈറ്റ് ഭയങ്കര ഷോവാണ്. ഓക്കെ, അത് അത്ര ഗുണമുള്ള ഹെഡ്ലൈറ്റ് അല്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബൈക്കിന് നല്ല വൈബ്രേഷൻ ഉണ്ട്, പലയിടത്തും വൈബ്രേഷൻ ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ ഇഷ്യൂ ഉള്ളത്, ഇപ്പൊ ഈ വണ്ടി മഴയത്ത് വെക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാര്യം ഇതിന്റെ സീറ്റ് പറഞ്ഞ കുഴപ്പമില്ല. 200-ന്റെ സീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ ഒരു ദിവസം ഫുള്ള് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താലും അടുത്ത ദിവസം കയറി ഇരിക്കുമ്പോൾ ബാക്ക് നിറയും. അതൊരു എല്ലാ 200 ഓണേഴ്സും ഇഷ്യൂ ആണ്. പിന്നെ ബാക്കിൽ ABS ഇല്ല. ഹൈവേയിലൊക്കെ സ്പീഡിലൊന്നും ബ്രേക്ക് പിടിച്ച് ബാക്ക് ഭയങ്കര എന്താ പറയാ, ഒരു റെസ്പോൺസ് കിട്ടില്ല, വണ്ടി തന്നെ മാറി. സിംഗിൾ ചാനലും ആയിരുന്നു, സിംഗിൾ ചാനൽ ABS ആയിരുന്നു, ഓപ്ഷൻ ഇല്ല. അല്ല, നമുക്ക് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഡ്യുവൽ ABS ആക്കണം. പിന്നെ ഭയങ്കര എക്സ്പെൻസ് ആവും. പിന്നെ നമുക്ക് അറിയില്ല അത് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ല. പിന്നെ ഹീറോയ്ക്ക് ആകപ്പാട് ഡ്യുവൽ ചാനൽ ABS ഉള്ള വണ്ടി അന്ന് വന്നിട്ടില്ല. കാര്യം കരീസ്മയും ഈ പറയുന്ന മാവറിക്കൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പൊ അന്ന് ഹീറോ എല്ലാ വെഹിക്കിളും സിംഗിൾ ചാനൽ ABS ഉള്ളൂ, ഡ്യുവൽ ചാനൽ ABS ഇല്ല ഹീറോയ്ക്ക്. അപ്പൊ നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ല. അത് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഇത്രയുമായിരുന്നു മെയിൻ ആയിട്ട് എടുത്ത് തോന്നിയിട്ടുള്ള നെഗറ്റീവ്സ് ഒക്കെ. അപ്പൊ ആ നെഗറ്റീവ്സ് ഒക്കെ 210-ൽ പരിഹരിച്ചതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? കൃത്യം പറഞ്ഞാൽ ഇല്ല. ഞാൻ ഇങ്ങനെ എണ്ണാൻ റെഡിയാ നിൽക്കായിരുന്നു. ഓക്കെ, പരിഹരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പരിഹരിച്ചിട്ടുണ്ട്. അത് നെഗറ്റീവ് ആദ്യം പറയണോ പോസിറ്റീവ് ആദ്യം പറയണോ? നമുക്ക് ഈ 200-ൽ നിന്നുള്ള നെഗറ്റീവ്സിന്റെ കാര്യം ആദ്യം നോക്കാം. ഓക്കെ, ഹെഡ്ലൈറ്റ് സെയിം ഇഷ്യൂ ആണ്, പ്രശ്നമാണ്. നമുക്കൊരു രാത്രിയൊക്കെ ഭയങ്കര സീനാണ്, വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. നമുക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് ഫോഗ് ലാമ്പിന്റെ സഹായം തേടേണ്ടി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ABS ഡ്യുവൽ ചാനൽ ABS ആണ്. പക്ഷെ എന്നാലും ബ്രോ ഇതിന്റെ കാലിപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബ്രാൻഡ് നെയിം ഒന്നുമില്ല, ജസ്റ്റ് ലോക്കൽ വെച്ചേക്കുന്നത്. അത്ര ബൈറ്റില്ല. ABSന് എന്താ പറയുക, ABSന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഒരു 200cc ABS മോട്ടോർ സൈക്കിൾ റെസ്പോണ്ട് ചെയ്യുന്നവരല്ല 210 റെസ്പോണ്ട് ചെയ്യുന്ന റോഡിൽ. പിന്നെ ഓഫ് റോഡിൽ എക്സ്പ്രസ് 200 നമ്മളിപ്പോൾ ഒരു കല്ലിലൊക്കെ ബ്രേക്ക് പിടിക്കുമ്പോൾ ചിലപ്പോൾ ഈ ലിവർ സ്റ്റക്ക് ആവും, പക്ഷെ ബ്രേക്ക് വർക്ക് ആയിരിക്കില്ല. ഇത് ഇതിന്റെ സെയിം വന്നിട്ടുണ്ട്. ആ ഒരു ഇഷ്യൂ എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട്. സീറ്റിന്റെയോ? സീറ്റ് മാറി, കംപ്ലീറ്റ്ലി ക്ലിയർ ആയി, ടെൻഷൻ ഇല്ല, മഴയത്ത് വെക്കാൻ ധൈര്യമായിട്ട്. കുഴപ്പമില്ല. ഓക്കെ, അപ്പം കുറച്ചൊക്കെ കാര്യങ്ങൾ പരിഹരിച്ചു, കുറച്ചൊക്കെ അതുപോലെ തന്നെ. ഓക്കെ, ഓക്കെ, ഇനിയും ഇതിന്റെ പോസിറ്റീവ്സിലേക്ക് നമുക്ക് കടക്കാം. എന്തൊക്കെ ഗുണങ്ങളാണ് ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ വാങ്ങിച്ചിട്ട് ഇപ്പൊ കുറച്ച് നാളായി? ഇപ്പൊ ഒരു 4500 കിലോമീറ്റർ ആയി. ഫസ്റ്റ് എക്സ്പൾസ് 210 കേരളത്തിൽ ഫസ്റ്റ് ഞാനല്ല, എന്നാൽ ഫസ്റ്റ് സീരീസില്ല, ഒരു സെക്കൻഡോ തേർഡോ എന്തായാലും ആ ഒരു അതാണ്. അപ്പം അന്ന് തൊട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം കുറച്ച് ഗുണങ്ങൾ കണ്ടുപിടിച്ച് കാണുമല്ലോ. തീർച്ചയായിട്ടും. എന്തൊക്കെ ഗുണങ്ങളാണ്? എഞ്ചിൻ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. പക്ഷെ അത് എന്താ പറയാ, ഹീറോയുടെ പഴയ എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര റിഫൈൻഡ് ആണ്, നല്ല സ്മൂത്ത് ആണ്, അത്യാവശ്യം നല്ല ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറി ആണ്. ആസ് എൻ അഡ്വഞ്ചർ ബൈക്ക് അല്ലെങ്കിൽ ആസ് എൻ ഓഫ് റോഡർ എനിക്ക് ലീനിയർ പവർ ഡെലിവറി വേണ്ട, എനിക്ക് നല്ല ആക്സിലറേഷൻ വേണ്ടത്. പക്ഷെ അത് ലോ ആൻഡ് ടോർക്ക് കൂട്ടി അവർ പരിഹരിച്ചിട്ടുണ്ട്. ലോ ആൻഡ് ടോർക്ക് കൂട്ടി. ഇതിന്റെ റിയർ സ്പ്രോക്കറ്റ് കുറച്ചുകൂടെ വലുതാന്ന് തോന്നുന്നു അല്ലേ? സ്പ്രോക്കറ്റ് ഏകദേശം സെയിം സൈസ് തന്നെ വരുന്നത്. പക്ഷെ ആ നമുക്ക് ആ എഞ്ചിന്റെ ഒരു കാര്യം, ഇപ്പോൾ എക്സാമ്പിൾ ഈ വണ്ടി ബ്രോയ്ക്ക് വേണമെങ്കിൽ ഒരു 5th കയറി ഒരു പാലമൊക്കെ കയറി വളവ് ഒരു 20-25 എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ലോൺ ടോർക്ക് അത്ര പവർഫുൾ ആണ്. അത് ഓഫ് റോഡിൽ ഗുണം ചെയ്യും. കാര്യം നമ്മൾ ഓഫ് റോഡ് വണ്ടി ലോൺ ടോർക്കുള്ള വെഹിക്കിളിന്റെ ഗുണം എന്താ വെച്ചാൽ മൊമെന്റം കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പ്രസ് 200 നമ്മൾ ദൂരത്തുനിന്ന് കൈ കൊടുത്ത് ആ പവറൊക്കെ ജനറേറ്റ് ചെയ്ത് കയറി പോയാൽ പോയി, പിന്നെ കിടന്ന് റോൾ ചെയ്യത്തേ ഉള്ളൂ. ബ്രോ ഇപ്പൊ ഒരു ഡ്യൂ 200 എടുത്തിട്ട് ഓഫ് റോഡ് കാണുന്നുണ്ടെങ്കിൽ റോളിംഗ് മാത്രമേ ഉണ്ടാവും. പക്ഷെ ഹിമാലയ ഫോറിലും കൊണ്ട് ഓഫ് റോഡ് ചെയ്യുമ്പോൾ നല്ല ലോൺ ടോർക്ക് വണ്ടി കയറി പോകും. അപ്പൊ അത് നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ആണ് ലോൺ ടോർക്ക് കൂട്ടി വെച്ചേക്കുന്നത്. ഒരു തേർഡ് ഗിയറിലിട്ട് ഓഫ് റോഡ് കളിക്കാം. പിന്നെ സുഖമായിട്ട് ഞാൻ കളിച്ചിട്ടുള്ള ഡൗൺ ഷിഫ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വലിയ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. നല്ല കയറ്റമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ സുഖമായിട്ട് കളിക്കാൻ പറ്റും സീരീസിൽ. അടിപൊളി. ഓക്കെ, പിന്നെ എഞ്ചിൻ ആണ് ആദ്യത്തെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ലിക്വിഡ് കൂളിംഗ് ആക്കി. ലിക്വിഡ് കൂളിംഗ് എഞ്ചിൻ ആക്കി. അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ രണ്ട് വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും അറിയാനുണ്ടോ? ഹീറ്റിങ്ങിന്റെ ആക്ച്വലി ഷോർട്സ് ഇട്ട് ഓടിച്ചാൽ അതിന് ഹീറ്റിംഗ് ഉണ്ട്, വണ്ടി ഹീറ്റിംഗ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം എന്റെ പഴയ 200 എഞ്ചിൻ കംപ്ലീറ്റ് ബോഡി റീബിൽഡ് ചെയ്ത ആ ബിൽഡ് ചെയ്ത സമയത്ത് നല്ല ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ മെല്ലെ മാറി. അപ്പൊ ഇത് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ, സെക്കൻഡും തേർഡും കഴിയുമ്പോൾ ഹീറ്റിംഗ് മാറും എന്നാണ് വിശ്വാസം. പിന്നെ അടുത്ത തോന്നിയ മീറ്റർ ഭയങ്കര
പെട്ടെന്നൊരു മാറ്റം. കാര്യം മറ്റേത് നമ്മൾ നോർമൽ LCD മീറ്റർ ആയിരുന്നു, ഇത് കുറച്ചുകൂടി നമുക്ക് മീറ്റർ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് രാത്രി രാവിലെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മീറ്റർ മാറുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാം, നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ABS കൺട്രോൾ ചെയ്യാനും ABSന്റെ അകത്ത് 3 മോഡ് വരുന്നുണ്ട്, അത് മീറ്റർ വഴി സുഖമായിട്ട് ചെയ്യാം. റിയർ ABS ഓഫ് ആക്കാം. അല്ല, പഴയ വണ്ടിയിൽ റിയർ ABS ഇല്ല, ഫ്രണ്ട് ABS മാത്രമേ ഉള്ളൂ. ഒരു ഓഫ് റോഡ് ബൈക്കിന്റെ ഏറ്റവും ഗുണം എന്ന് പറയുന്നത് ABS ഓഫ് റോഡ് വേണ്ടെന്നാണ്. ABS ഓഫ് ആക്കാൻ സ്വിച്ചബിൾ ആയിരിക്കണം. ഇത് ഫ്രണ്ട് ABS ഓഫ് ആക്കാം, ബാക്ക് ABS ഓഫ് ആക്കാം, ഫ്രണ്ട് മാത്രം ഓഫ് ആക്കി, അല്ല ഫ്രണ്ട് മാത്രം ഓൺ ആക്കി ബാക്ക് ഓഫ് ആക്കി ഇടാം. മനസ്സിലാവും? 3 ഓപ്ഷൻ. ഒന്ന് ഓഫ് റോഡ് കംപ്ലീറ്റ്ലി എല്ലാ ABS ഓഫ് ആയിരിക്കും. സെക്കൻഡ് ട്രയൽ ഫ്രണ്ട് ഓൺ ആയിരിക്കും, ബാക്ക് ഓഫ് ആയിരിക്കും. പിന്നെ റോഡ് ഡ്യുവൽ ചാനൽ ABS. അത് ശരിക്കും നല്ല യൂസ്ഫുൾ ആണോ? നല്ല യൂസ്ഫുൾ, കുഴപ്പമില്ല, നല്ല രസം. നമുക്കത് ഒന്ന് വണ്ടിയൊക്കെ ഇട്ട് കറക്കണ തോന്നുവാണെങ്കിൽ ജസ്റ്റ് ട്രയൽ ഇടുവാണെന്നുണ്ടെങ്കിൽ ബാക്ക് ABS ഓഫ് ആയിരിക്കും, ഫ്രണ്ട് ഓൺ ആയിരിക്കും. നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. പിന്നെ S+ ഓടിക്കും ഒരാൾക്ക് ഫ്രണ്ട് ABS മാത്രം കൊണ്ട് 2 വർഷം ഓടിച്ച ഒരാൾക്ക് വലിയ കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഓൾറെഡി ബാക്ക് ABS ഇല്ലാത്തതുകൊണ്ട് ഓടിച്ചിട്ടുള്ള ആൾക്കാരല്ലേ, വലിയ പ്രശ്നമില്ല, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ വണ്ടി ഒന്ന് ചരിച്ചു വെച്ചു. ഇനിയും ഡിസ്പ്ലേയിൽ വന്ന മറ്റ് കാര്യങ്ങൾ, നമ്മൾ ABS സ്വിച്ചബിൾ ആണെന്നുള്ള കാര്യങ്ങൾ. ABS സ്വിച്ചബിൾ ആണെന്നുള്ള മീറ്ററിന്റെ കാര്യമില്ല, അത് നമുക്ക് സുഖമായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് രസമായിട്ടുള്ളത് ഓഫ് റോഡ് ആണെന്നുണ്ടെങ്കിൽ ഈ RPM നീലായിരിക്കും, അത് ഓഫ് റോഡ് ഓഫ് ചെയ്താൽ അതൊരു യെല്ലോ ആവും, എന്നിട്ട് മെല്ലെ റെഡിലോട്ട് മാറും. ആ ഒരു ഓഫ് റോഡിൽ കുറച്ച് റഫ്, വണ്ടി കുറച്ച് റഫ് ആകാൻ പോവാണ്, നമ്മൾ കാണിക്കും രീതിയിലൊരു രസമുണ്ട് കാണാൻ, ഫീൽ തരും. പിന്നെ അപ്പിയറൻസുമായിട്ട് നമുക്ക് നൈറ്റ് മോഡും ഡേ മോഡും ഉള്ളതുകൊണ്ട് നല്ല വൈറ്റ് ആയിട്ടും ഡാർക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മീറ്റർ അത്രയൊക്കെ തോന്നുള്ളൂ ബ്രോ. പിന്നെ മീറ്റർ ടിൽറ്റ് ചെയ്യാൻ പറ്റുക നല്ലതാണെന്ന് തോന്നുന്നു. ടിൽറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ SD അഡ്വഞ്ചർ ടിൽറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വൈസർ അഡ്ജസ്റ്റബിൾ ആയിരുന്നു, കുറച്ച് നല്ലായിരുന്നു. കാര്യം ബ്രോ വണ്ടി കണ്ടപ്പോൾ എൻ്റെ ചോദിച്ചായിരുന്നു വൈസർ മാറ്റമുണ്ടോന്ന്. ആക്ച്വലി നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ഇരിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോന്ന് വിചാരിക്കുക, ഈ കാറ്റ് നേരെ വന്ന് ഹെൽമെറ്റിന്റെ അകത്തടിച്ച് കണ്ണടിച്ചോളൂ. ഭയങ്കര ഇറിറ്റേറ്റ് ആണ്. വൈസറോ അല്ലെങ്കിൽ ഗൂഗിൾസ് വെച്ചില്ലാന്നുണ്ടെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്നത് ഈ വൈസർ മാറ്റി ബേസ് വേരിയന്റിന്റെ വൈസർ ഇച്ചിരി മീറ്ററിന് അത്രേ ഉള്ളൂ, അത് വെച്ചാലും ഉള്ള ആലോചനയാണ് ഇപ്പൊ. വൈസർ ഭയങ്കര എനിക്ക് അത്ര, പക്ഷെ വിൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, പക്ഷെ അത് കണ്ണിലോട്ട് അടിച്ചു വീഴുന്നത്. കണ്ണിലോട്ടാണ് ആക്ച്വലി ഒരു വൈസറിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നേരെ വരുന്ന വിൻഡ് അടിച്ച് ഹെൽമെറ്റിന്റെ മേളിൽ നിന്ന്, അതാണ് ഹെൽമെറ്റിന് സ്പോയിലർ വെച്ചേക്കുന്നത്. ആ സ്പോയിലർ വഴി സ്പോർട്സ് ടൂറിസിന് അങ്ങനെയാണ്, ഒരിക്കലും ഒരു സ്പോർട്സ് ബൈക്കിന് അങ്ങനെയാണ്, ഒരു അഡ്വഞ്ചർ ബൈക്കിന് അങ്ങനെ ആകല്ല. എങ്കിലും ആ ഒരു രീതി കണ്ണടിച്ച് കയറുന്ന ഷോ അതൊരു വിഷയമുണ്ട്. പിന്നെ ഭയങ്കര വിഷയം. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? എസ്ഒസ് നോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര കയ്യോടൊന്ന് കേൾപ്പിച്ചാലോ നമുക്ക്? പിന്നെന്താ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതെനിക്ക് ഏറ്റവും കാര്യം മീറ്റർ ഉണ്ട്, മീറ്റർ അപ്പോഴാണ് റെഡിയായത് കണ്ടോ. ഓക്കെ, അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. ടൈം എടുക്കും വണ്ടി നോളെ വരാൻ വേണ്ടി. ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടുള്ള മൈക്ക് വെക്കണ്ട. കംപ്ലീറ്റ്ലി ആ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല. കംപ്ലീറ്റ്ലി സൗണ്ട് മാറിയിട്ടുണ്ട്. വണ്ടിയുടെ സൗണ്ട് കംപ്ലീറ്റ്ലി, നമ്മളിപ്പോ വണ്ടി അത്യാവശ്യം കൈകൂട്ടത്തൊക്കെ ഓടിച്ച് റഫ് മാച്ച് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നല്ലൊരു ഫീലാണ് വണ്ടി ആയിരുന്നത്. കുറച്ചുകൂടെ ഓടിക്കുമ്പോഴാണ് ഒരു വൈബ് കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ ആലപ്പുഴ വന്ന ഇതൊക്കെയാണ് വ്യൂ അല്ലേടാ, കള്ളില്ല ലൈവ് വീഡിയോ. ഞങ്ങളുടെ ആലപ്പുഴക്കാട്ടൊരു സ്വകാര്യ അഹങ്കാരമാണ്. കണ്ടം പൂട്ടൊക്കെ നടക്കുന്നു, ചെറിയ മഴ ചാറ്റിൽ നിൽക്കുന്നു, അതിന്റെ ഇടയ്ക്കാണ് നമ്മളൊന്ന് ഷൂട്ട് ചെയ്യുന്നത്. മഴ നനഞ്ഞുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, ക്യാമറ നനയാതെ സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എക്സോസ് നോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത കാര്യങ്ങൾ ബ്രോ, വണ്ടിയുടെ ഗ്രാഫിക്സിന്റെ ഒരു എന്താ പറയാ ടോൺ കണ്ടിട്ട് ബ്രോ ഏതെങ്കിലും വണ്ടി ആദ്യം ചോദിച്ചാൽ നമ്മുടെ ഹോണ്ടയുടെ ആഫ്രിക്കൻ ബീസ്റ്റ്, ആഫ്രിക്ക ട്വിന്നിന്റെ ഒരു കളർ വേരിയേഷൻ ഉണ്ട്. ഇതിന്റെ ഡിസൈൻ ബ്രോയ്ക്ക് എന്ത് തോന്നുന്നു? ഇത് എസ്പൾസിന്റെ അപ്ഡേഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ? ഓക്കെ, ശ്രദ്ധിച്ചു നോക്കിയാൽ വ്യത്യാസങ്ങളുണ്ട്. ആ എക്സോസ്റ്റ് ഒക്കെ വന്നിരിക്കുന്നത് കാണുമ്പോ വേണമെങ്കിൽ ഇതിന്റെ മുത്തച്ഛനായിട്ടുള്ള ഇമ്പൾസിന്റെ, അത് ആ എക്സോസ്റ്റ് വന്നേക്കുന്ന രീതി ടാങ്കിന്റെയും ബോഡിയിലും എല്ലാം ഒരു ഇമ്പൾസിന്റെ ലുക്കാണ് സൈഡിൽ നോക്കി. അത് ഇഷ്ടക്കാരൊക്കെയുള്ള എക്സ്പൾസിന് ഇമ്പൾസിനെ ഒരുമിച്ച് കൊണ്ടുവന്നൊരു വണ്ടി, അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. അത് സെറ്റാണ്. അതിൽ ഇമ്പൾസ് ഉപയോഗിക്കുന്നവർ ഭയങ്കര ഹാപ്പി കേട്ടോ. ലെജൻഡറി മോട്ടോർ സൈക്കിൾ കിടിലൻ വണ്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷെ വണ്ടി എത്ര സക്സസ് ആകാൻ
മാറ്റിയില്ല. ആ ടൈമിൽ ഓഫ് റോഡിംഗ് സംഭവം ഇല്ല, കൾച്ചർ അങ്ങനെയല്ല. കൾച്ചർ അല്ലല്ലോ. പിന്നെ വേറെ ബിൽഡ് ക്വാളിറ്റി എനിക്ക് അത്ര സുഖം തോന്നിയ കാര്യമല്ല, തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ ബ്രോ വന്നപ്പോഴേ കാണിച്ചത്, ബ്രോ ഒന്ന് ജസ്റ്റ് ഒന്ന് അവർ ഓഡിയൻസിനെ ഒന്ന് കാണിച്ചേക്കണം. ഈ സ്ക്രാച്ച് കണ്ടല്ലോ, ഒരു സ്ക്രാച്ച് ഉണ്ട് ഇവിടെ. അത് വണ്ടി ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് മറിഞ്ഞു വീണപ്പോൾ, മീൻസ് ഓഫ് റോഡ് ക്രാഷ് ആയതല്ല, വണ്ടി കയ്യിൽ നിന്ന് ബാലൻസ് തെറ്റി പോയപ്പോഴത്തേക്ക് അത് പൊട്ടിയതാണ്. അത് അവസാനം നമ്മൾ ക്ലാമ്പൊക്കെ ബെൻഡായി പോയിട്ട് മെക്കാനിക്ക് കൈ കൊണ്ടാണ് തിരിച്ചു വെച്ചത്. ചെറിയൊരു വീഴ്ചയിൽ തന്നെ അവിടെ അത് ബെൻഡായി പോയി. പുള്ളി കൈ കൊണ്ടാണ് കൈ കൊണ്ടിങ്ങനെ നേരെയൊക്കെ എടുത്ത് പുള്ളിക്കാരൻ. അത്ര മോശമാണോ? അത്ര മോശമാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല, എന്തോന്നും അറിയത്തില്ല. പിന്നെ ഉള്ളത് പെയിൻ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? പെയിൻ ക്വാളിറ്റി, സ്റ്റിക്കർ ക്വാളിറ്റി പറയണമെന്നുണ്ടെങ്കിൽ പ്രഷർ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഹീറോയുടെ സ്റ്റിക്കറൊക്കെ പൊളിഞ്ഞു പോയായിരുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂ, അതൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അല്ലാണ്ട് വണ്ടി, പക്ഷേ അഡ്വഞ്ചർ ബൈക്കിൽ ഞങ്ങൾ ഒരിക്കലും ഇതിന്റെ ഒന്നും ക്വാളിറ്റി നോക്കുമില്ല. ഇതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വീണും പൊട്ടിയും പോകേണ്ട സാധനങ്ങളാണ്. പെയിന്റ് ഞങ്ങൾ നോക്കുമില്ല, എപ്പോഴും സ്ക്രാച്ച് ആകുന്ന സാധനങ്ങളാണ്. കൃത്യം പറഞ്ഞാൽ ക്രാഷ് ഈസ് എ പാർട്ട് ഓഫ് ആൻ ഓഫ് റോഡാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓഫ് റോഡ് വണ്ടി ഇതിനെ മറിയും, വണ്ടി മറിയണം, എന്നാലും പഠിക്കത്തുള്ളൂ നമ്മൾ. കാര്യം നമ്മളിപ്പോൾ വണ്ടീനെ പിടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നിൽക്കുവാണെങ്കിൽ ശരീരം കളഞ്ഞ് വണ്ടിയെ കീപ്പ് ചെയ്യരുത്, ഡ്രോപ്പ് ചെയ്യുക വണ്ടി. പിന്നെ വണ്ടി വിട്ടുകളയും. കാര്യം വണ്ടി നോക്കിയൊക്കെ നമ്മുടെ ഓഫ് റോഡിൽ എന്തെല്ലാം നടുവ്, കാല്, മുട്ട്, ആംഗിൾ, ഇതൊക്കെ ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് കൂടും. സോ വണ്ടി വിട്ട് പോയെന്ന് വിചാരിച്ച് വിട്ട് കളയുക, അത് വേറെ കാര്യം നോക്കിയിട്ട് വണ്ടി റെഡിയാക്കാവുന്നുള്ളല്ലോ. അതാണ് ഹീറോയുടെ ഏറ്റവും വലിയ ഗുണം. ഭയങ്കര അഫോർഡബിൾ ആണ്. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും എക്സ്ട്രീമായിട്ട് നിങ്ങൾക്കൊരു ഓഫ് റോഡിങ്ങിൽ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തരുന്ന ഒരു മിഷൻ, അതിനെ മേയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഹാൻഡിൽ ബാറിനൊക്കെ പഴയ വണ്ടിക്ക് 450 രൂപയുള്ളൂ. ബെൻഡായ നമ്മളെ ഒന്നിച്ച് മാറ്റി, വേറെ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്, ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. ഇപ്പോൾ ആലോചിക്കുക, 2,30,000 രൂപയ്ക്കാണ് ബൈക്ക് വാങ്ങുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ മോട്ടോർ സൈക്കിളിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഫ്രാങ്ക് ഇത് എടുക്കണ്ട, ഇതെടുക്കുക, ഇതിൽ ഇന്ന ഫീച്ചർ ഉണ്ട്. അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് അഫോർഡബിൾ നല്ലൊരു പാക്കേജ് എന്ന് തോന്നിയിട്ടുള്ള ഒരു ബൈക്ക് ടി വി എസിന്റെ റോണിനാണ്. അത് വേറെ സെഗ്മെന്റ് ആണ്, അല്ല ഞാൻ പറഞ്ഞതാ. അല്ലാതെ ഭയങ്കര നല്ലൊരു പ്രൈസ്, വാവ്, അങ്ങനെ പ്രൈസ് സെഗ്മെന്റിൽ ഫീൽ ചെയ്തിട്ടുള്ള വണ്ടി ഇതാണ്. ഇത് ഓടിച്ച, ഇതിപ്പോ 4ാമത്തെ ഷൂട്ടാണ് നമ്മുടെ ഈ വണ്ടി, 4ാമത്തെ റിവ്യൂ ആണ്. ആദ്യം നമ്മുടെ വണ്ടി മലയാളം, പിന്നെ നമ്മുടെ മോട്ടോർ വാലറ്റ് ബിലാൽ ബ്രോ, പിന്നെ ലെജൻഡറി കസ്റ്റംസ് അവർ കൊണ്ടുപോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ബ്രോയുടെ ഷൂട്ട്. ഇതിൽ ഓടിച്ച എല്ലാവരും ഭയങ്കര എന്താ പറയാ എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ സർപ്രൈസിങ് എന്ന് പറയാം. കാരണം അവർ വിചാരിച്ച മാറ്റല്ല വണ്ടിക്ക് വന്നേക്കുന്നത്. വണ്ടി ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. കുറെ പേര് ഓടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ വണ്ടി ഓടിക്കുമ്പോൾ, കാര്യം പഴയ എക്സ്പ്രസ് ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് അടിക്കാറുണ്ട്. പക്ഷെ പഴയ എക്സ്പ്രസ് നല്ലതാണെന്ന് വെച്ചാൽ അഗ്രസീവ് പവറാണ് പഴയത്, ഇത് അത്ര അഗ്രസീവ് അല്ല, ലീനർ കൊണ്ടുപോകാം. പിന്നെ ഓഫ് റോഡിലൊക്കെ കളിക്കുമ്പോൾ വണ്ടി ഒന്ന് എണീറ്റ് നിന്ന് കയ്യെ കൊടുക്കുമ്പോൾ ലോൺ ടോർക്കുള്ളതുകൊണ്ട് വണ്ടി ബാഗ് ഇങ്ങനെ കറങ്ങി വരും, നല്ല രസമാണ്. അത് ട്രൈ നോക്ക്, ചെളിയല്ല നോക്ക്. നമ്മൾ ആദ്യമേ റോഡ് എൻസ് ഹിയർ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ വഴിയിൽ കൊണ്ടോ കാണിക്കാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മഴയായതുകൊണ്ട് ചിലപ്പോഴേ പറ്റുള്ളൂ, അത് നിങ്ങൾ പ്രതീക്ഷിക്കും. അപ്പൊ എനിക്ക് കിട്ടി ഈ വഴി എനിക്ക് തരാനുള്ളൂ. കാരണം ഇത്രയും വലിയൊരു ബോർഡ് എക്സ്പെർട്സിന് കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് റോഡ് എൻസ് ഹിയർ. അവിടെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഉള്ള കാര്യമാണ് ഇതിന്റെ ടയർ സൈസ്. ഫ്രണ്ടിൽ 21 ഇഞ്ചസ്, ബാക്കിൽ 18 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. സോ അതിന്റെ ഒരു കംഫർട്ടിന്റെ കാര്യത്തിൽ ഉള്ള അത് വലിയ ഡിഫറൻസ് ഇല്ല, സെയിം സൈസ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഓഫ് റോഡിങ്ങിൽ ഫ്രണ്ടിൽ നല്ല ഹൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ സസ്പെൻഷൻ 10 mm ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ട്രാവൽ കൂട്ടിയിട്ടുണ്ട്. അയ്യോ, 10 mm പറഞ്ഞപ്പോഴാണ് ഒരു നെഗറ്റീവ് ഉണ്ട്. ഈ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അത് പഴയ എക്സ്പ്രസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 10 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. പക്ഷേ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സീറ്റ് ആയിട്ട് 10 mm കൂടിയിട്ടുണ്ട്. പക്ഷേ ക്ലിയറൻസ് കുറവാണ്. അതിന് വേറൊരു ഇഷ്യൂ ഉണ്ട്. ആ ക്ലിയറൻസിന് ബാധിക്കുന്ന വേറെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇതിന് എക്സ്പ്രസിന്റെ 4V അല്ലെങ്കിൽ റാലി ഏത് പഴയ എക്സ്പ്രസ് കമ്പയർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് സ്വിംഗ് ആംബിലോട്ടാണ് സസ്പെൻഷൻ വന്നേക്കുന്നത്, മോണോഷോക്ക്. ഇത് ലിങ്കേജ് ആണ്. അപ്പോൾ അത് താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ എന്താ പറയുക, ഡൗൺ ഹിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുമ്പോൾ കല്ലേ തട്ടാൻ ചാൻസ് കൂടുതലാണ്. ആ ഒരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടോ, തട്ടിട്ടുണ്ടോ? പിന്നെ ഉറുമിക്കർ നല്ല തട്ടലായിരുന്നു. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു ഫ്രണ്ട് കല്യാണം പോകുന്ന ചെറുതായിട്ടൊക്കെ ജമ്പ് ചെയ്ത് എടുക്കാൻ നോക്കും, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇതിന്റെ റാലി എഡിഷൻ എന്ന് പറഞ്ഞ് വല്ലതും വരുമോ? ഇതിന് ഒരു പ്രോ വേരിയന്റ് ഉണ്ടല്ലോ. ഇവര് ഇത് ഷോക്കേസ് ചെയ്യുമ്പോൾ ഒരു പ്രോ റാലി വേർഷൻ കാണിച്ചിട്ടുണ്ട്, അതിപ്പോ ഇറക്കിയിട്ടില്ല. ഇത് വരും എന്നാണ് പറയുന്നത്. മേ ബി ആദ്യം റാലി കിറ്റായിരിക്കും വരുന്നത്, പിന്നെ ടൂട്ടർ റാലി വരുമായിരിക്കും. കുറച്ചുകൂടി ഓഫ് റോഡിങ് ആയിരിക്കും. മേ ബി അതിന് ഈ വൈസർസ് ഒന്നും ഉണ്ടാവില്ല. മീറ്റർ
റാലിയുടെ പ്രൈസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഈ TFT മീറ്റർ മാറ്റി LCD ആക്കാൻ ചാൻസസ് ഉണ്ട്. ഈ ടൂറിംഗ് പർപ്പസ് അതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് അല്ലേ? അല്ല, ഇത് ഇൻബിൽഡ് ആണ്. മീൻസ് ടോപ്പ് വേരിയന്റ്. ഇതിൽ 2 വേരിയന്റ് ഉണ്ട്, ടോപ്പ് ഉണ്ട്, ബേസ് ഉണ്ട്. ഹാൻഡ് ഗാർഡ് ഒക്കെ ടോപ്പ് വേരിയന്റ് ഉള്ള, ബേസ് വേരിയന്റ് ഹാൻഡ് ഗാർഡ് ഇല്ല. ഓക്കെ, ടോപ്പ് വേരിയന്റിൽ ഇൻബിൽട്ട് ആണ് ഇതെല്ലാം. ഇൻബിൽഡ് ആണ്. ഈ ക്രാഷ് ഗാർഡ്സും അല്ല, അത് നമ്മുടെ ലെജൻഡറി കസ്റ്റംസ് വെച്ചതാണ്. ലെജൻഡറി കസ്റ്റംസ് ഹീറോയുടെ അല്ല. ഓക്കെ ഫൈൻ. ഹീറോയുടെ ക്രാഷ് ഗാർഡ് ഷോ ആയിരുന്നു കേട്ടോ, ഭയങ്കര ഷോ. ഇവരുടെയോ ക്വാളിറ്റി വൈസ് ആണോ? ക്വാളിറ്റി വൈസ് അല്ല, അതൊരു പർപ്പസ് ഇല്ല. അതൊരു പോലീസുകാരൻ ചെക്കിങ് പിടിക്കുമ്പോൾ ഉണ്ട്, ക്രാഷ് ഗാർഡ് ഉണ്ട്. അതിനു വേണ്ടി മാത്രം കൊള്ളാം. അത്രേ ഉള്ളൂ, ഗുണവുമില്ല. ഓ, അത് ശരി. ഓക്കെ. പിന്നെ ഇതിൽ ലോങ് ഇപ്പം എത്ര ദൂരമൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്? ഞാനിപ്പോ വട്ടോടെ ഒന്ന് പോയി, വണ്ടി കിട്ടിയതിന്റെ അടുത്ത ദിവസം ഒന്ന് മൂന്നാർ പോയി കറങ്ങിയിട്ട് വന്നു. ഓ, അങ്ങനെ അത്യാവശ്യം അത്രേ അടിച്ചിട്ടുള്ളൂ. വണ്ടിയെ പണിയെടുപ്പിച്ചിട്ട് വണ്ടിയെ ഫുൾ ടൈം ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഫീൽ എന്ന് വെച്ചാൽ നല്ല കംഫർട്ട് ഉണ്ട്, റൈഡിംഗ് കംഫർട്ട് ശരിക്കും ഉണ്ട്. നടുവേദന കുഴപ്പമില്ല, ആ ലിങ്കേജ് നല്ല രീതിയിൽ ഒരു കംഫർട്ട് നമുക്ക് വരാൻ വഴിയില്ല. കുഴപ്പമില്ല. സീറ്റ് അത്യാവശ്യം കംഫർട്ട് കുറച്ചുകൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്. പില്ലിംഗ് കംഫർട്ട് വലിയ കുഴപ്പമില്ലെങ്കിലും പില്ലിനെ വെച്ചിട്ടാണ് പോയത്? അല്ലല്ല, ഞാൻ പറഞ്ഞതാ. ഞാൻ ഇടയ്ക്ക് അറിയാൻ വേണ്ടി ഞാൻ കയറി. ഞങ്ങള് 2 വണ്ടി ഒരുമിച്ച് എടുക്കുമായിരുന്നു ആലപ്പിയിൽ. അപ്പൊ ആ ഇടയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് അതിന് പുറം ഞാൻ കയറിയിരിക്കുക പില്ല് അറിയാൻ വേണ്ടി. വലിയ കുഴപ്പമില്ല. പില്ലിനെ കൊണ്ട് ലോങ് പോകാൻ പറ്റുമോ ഇതില്? പില്ലിനെ കൊണ്ട് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ റെഗുലർ ബ്രേക്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അല്ല, കണ്ടിന്യൂസ് ഒരു ഹിമാലയൻ 411 പോകുന്ന പോലെ അത്ര പില്ലിയൻ കംഫർട്ട് കൊണ്ട് തോന്നുന്നില്ല എനിക്ക്. ഞാൻ വൈഫ് നോർമലി കമ്മ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആള് സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൽ റൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ഉടനെ ചെറിയ മഴയൊക്കെ മായിട്ടെല്ലാം പോയി നോക്കണം. അപ്പം ആ ലോങ് പോയപ്പോൾ കിട്ടിയ ഫ്യൂവൽ എഫിഷ്യൻസി എന്തുമാത്രം ഫ്യൂവൽ എഫിഷ്യന്റ് ആണ് നമ്മുടെ 410? ഞാൻ ഇതിൽ ഒരു ബൈക്കിലും മൈലേജ് നോക്കിയിട്ടില്ല, എങ്കിലും ഒരു 30 to 35 എന്തായാലും കിട്ടുന്നുണ്ട്. 35 to 40 കിട്ടാം. പക്ഷെ എന്റെ ഡ്രൈവിങ് ആദ്യത്തെ ഫസ്റ്റ് സർവീസ് കുറച്ച് റഫായിട്ടാണ് ഓടിച്ചിട്ടുള്ളത്. പക്ഷെ വലിയ റഫല്ല, അത്യാവശ്യം RPM കൊടുത്തു തന്നെ. പക്ഷെ മീൻസ് RPM അടിക്കാതെ ഒന്ന് കൊടുത്തു ഷിഫ്റ്റ് അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം മൈലേജ് എന്നിട്ടും 35 കിട്ടും. 35 എന്തായാലും കിട്ടും, കുഴപ്പമില്ല. അപ്പോൾ വലിയ പ്രശ്നമില്ല. ഓക്കെ. ഇതില് എക്സ്പൾസിൽ മൈലേജ് ഇഷ്യൂ വരും ബ്രോ. അതെപ്പോഴാണ് അറിയോ? ഇതിപ്പോ ഫുള്ളി സ്റ്റോക്ക് വെഹിക്കിളാണ്. ഈ ക്രാഷ് കാർഡ് അത് ഒഴിച്ച ഫുൾ സ്റ്റോക്ക് വേരിയന്റ് ആണ്. ഏതൊരു എക്സ്പ്രസ് ഓണറും ഒരു ഓഫ് റോഡ് ഒരാളാണെന്നുണ്ടെങ്കിൽ അവരാദ്യം എക്സോസ്റ്റ് മാറ്റും. ആ എക്സോസ്റ്റിന് കുറച്ചിട്ട് ഇപ്പോൾ ഒരു ത്രോട്ടിൽ പവർ കൊടുക്കാൻ വേണ്ടി അവർ ഇറഡിയസ് സ്പാർക്ക് പ്ലഗ് വെക്കും. എയർ ഫ്ലോ കൂട്ടാൻ വേണ്ടി ഒരു ആഫ്റ്റർ മാർക്കറ്റ് നമ്മുടെ എയർ ഫിൽറ്റർ വെക്കും, ഒരു ക്വിക്ക് ത്രോട്ടിലും വെക്കും. ഇപ്പോഴത്തെ വണ്ടിക്ക് ഒരു 5-6 കിലോമീറ്റർ മൈലേജ് കുറഞ്ഞിട്ടുണ്ടാവും. പെർഫോമൻസ് ഇത്രയും കൂടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് മൈലേജ് കുറയാം. അല്ലാതെ വേറെ എനിക്ക് വലിയ ഇഷ്യൂ ഒന്നും തോന്നുന്നില്ല. ഇവിടുത്തെ ഓടിച്ചിട്ട് മൈലേജ് ഭയങ്കരമായിട്ട് കുറയായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ മഴ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഞങ്ങളൊരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഇത്രയും മഴയൊന്നും തോന്നുന്നത്, അതുകൊണ്ടാണ് മഴയത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ മഴയത്തൊക്കെ പോകുമ്പോഴത്തെ വണ്ടിയുടെ ഗ്രിപ്പ് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ടയേഴ്സിന്റെ ഒരു ക്വാളിറ്റി മീൻസ് ബ്രേക്കിംഗ് ഒക്കെ കുറച്ച് മെയിൻലി ബ്രേക്കിംഗ് ആണ് ചോദിക്കുന്നത്. എങ്ങനെയുണ്ട് അതിന്റെ പെർഫോമൻസ്? ഇപ്പൊ നമ്മുടെ ബൈക്ക് അതിന്റെ അകത്ത് ഡ്യുവൽ ചാനൽ ABS ഇതിന് പിന്നെ സ്ലിപ്പർ ക്ലച്ച് ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ പറഞ്ഞു. അപ്പൊ ഡ്യുവൽ ചാനൽ ABS 2.3 lakhs സ്ലിപ്പർ ക്ലച്ചോ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഈ ഒരു ഇരുമ്പിന് റബ്ബർ റോഡ് പിടിച്ചു നിർത്തുന്നത് ടയറാണ്. ഇതിൽ സിയറ്റ് ആയിരുന്നു എക്സ്പൾസ് ഇത്രയും വർഷം യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അത് TVSന്റെ യൂറോ ഗ്രിപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ കുറച്ചൊരു ഗ്രിപ്പ് ഉണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് റൈസ് എന്നുള്ള ബ്രാൻഡ് ഉണ്ട്. റൈസിന്റെ ട്രെയിലാറം ടയറുണ്ട്. മഴയത് നല്ല പക്കയായിട്ട് കൈ പിടിക്കാൻ പറ്റും. അപ്പോ ഇത് അതിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് എനിക്ക് എത്ര ഇതുവരെയായിട്ട് ഞാൻ ഇന്നും മഴയത്താണ് ബ്രോ ദൂരന്ന് വരുന്നത് പറന്നു വന്ന്. അപ്പൊ അപ്പോഴെനിക്ക് വിഷയമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ടയർ മാറുന്നായിട്ടൊന്നുമല്ലോ. ശരി. മറ്റേ എക്സ്പൾസിനൊക്കെ ടയർ ലൈഫ് എന്തുമാത്രം കിട്ടുന്നുണ്ടായിരുന്നു? എക്സ്പൾസിന് എനിക്ക് റേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 9000 റിയർ കിട്ടും, ഫ്രണ്ടിലൊരു 59 കിട്ടുന്നുണ്ടായിരുന്നു. കാര്യം അത് സോഫ്റ്റ് കമ്പൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമുക്ക് നല്ല ഗ്രിപ്പ് വരുമ്പോൾ ടയറിനെ ലൈഫ് ഇല്ല എന്ന് പറഞ്ഞ് ക്രൂശിക്കാൻ പാടില്ല. കാര്യം സോഫ്റ്റ് കമ്പൗണ്ട് പെട്ടെന്ന് ബേണായി. നമ്മുടെ KTMസിനൊക്കെ മെസ്ലറൊക്കെ ആണെങ്കിൽ 5000 ഒക്കെ കിട്ടും. ADV390 യൂസ് ചെയ്യുന്ന മെസ്ലർ ആണ്. മോജോയ്ക്ക് പണ്ട് സ്റ്റോക്ക് പോകുമ്പോൾ ടയർ അറിയോ പിരലിയായിരുന്നു. ലൈഫ് എന്ന് പറഞ്ഞ സാധനം തൊടാൻ പറ്റൂല. അത് നമുക്ക് എന്താ പറയാ, നമ്മുടെ സേഫ്റ്റി. ഇപ്പൊ KTM കൂടുതൽ അഫോർഡബിൾ ആക്കാൻ വേണ്ടി സ്റ്റോക്ക് ടയർ മാറ്റി അപ്പോളോ ആക്കിയിട്ടുണ്ട്. അപ്പോളോ സീറ്റ് ഒക്കെ ആണല്ലോ കുറച്ചുകൂടെ അഫോർഡബിൾ. തീർച്ചയായിട്ടും.
ഓക്കെ, സോ ഇനിയും സസ്പെൻഷനിലേക്ക് കിടക്കാം. സസ്പെൻഷന്റെ ഇത് കൂട്ടി എന്ന് പറഞ്ഞു, കുറച്ചുകൂടെ ട്രാവൽ റിയർ സസ്പെൻഷന്റെയോ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള കംഫർട്ട് എങ്ങനെയുണ്ട് സസ്പെൻഷൻ വൈസ്? കംഫർട്ട് ഭയങ്കരമാണ്, കാരണം ലിങ്കേജ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തോന്നുന്നത് വണ്ടി ഇപ്പോൾ ഒരു ഗട്ടറിലൊക്കെ കയറുമ്പോൾ മറ്റേപോലെ അത്ര അടി കിട്ടുന്നില്ല. ഓക്കെ, പിന്നെ ടൂറിങ്ങിന് നല്ല കംഫർട്ടായിട്ട് വണ്ടി കൈകൊണ്ട് നമുക്കൊരു കോർണർ ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം നല്ലൊരു ഇതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചാൽ പല സമയങ്ങളിൽ എനിക്ക് സ്റ്റെബിലിറ്റി കൈവിട്ട് പോലെ തോന്നിയിട്ടുണ്ട്. ചില വൊബ്ലിംഗ് ഉണ്ടോ? വൊബ്ലിംഗ് ഒരു 120, 130 ഒക്കെ വണ്ടി ചെറുതായിട്ട് വൊബിൾ ആവുന്നുണ്ട്. ഒരിക്കലും ഞാൻ അഡ്വഞ്ചർ ബൈക്കിന് ഒരിക്കലും ഞാൻ അതിനെ എന്താ പറയാ കുറ്റപ്പെടുത്തില്ല. ഒരു 100. പിന്നെ ഈ മോട്ടോർ സൈക്കിൾ ഒരിക്കലും ഹൈവേയിൽ ടോപ്പ് സ്പീഡ് അടിക്കുന്ന മോട്ടോർ സൈക്കിൾ അല്ല. ഇത് പ്യൂർലി ഓഫ് റോഡ് ചെയ്യാം. ഇതൊരു അഡ്വഞ്ചർ ടൂറാണ്. അതിൻ്റെ അകത്ത് അഡ്വഞ്ചറും ഉണ്ട്, ടൂറും ചെയ്യാം. ഇതൊരു ടൂറല്ലല്ലോ. അപ്പൊ അതിന് ഞാൻ അത്ര പ്രശ്നം. ഞാൻ ഒരിക്കലും ഒരു 100 മേളിൽ ഓടിക്കുന്ന റൈഡർ അല്ല. എങ്കിലും ടോപ്പ് എത്ര അടിച്ചിട്ടുണ്ട്? അതിൻ്റെ അകത്ത് ഒരു 139 എടുത്തിട്ടുണ്ട്. കട്ട് ഓഫ് ആയി? കട്ട് ഓഫ് ആയില്ല, പിന്നെ കയറുമായിരുന്നു. ഓബ്ലിക്ക് കിട്ടി, ഒന്ന് ചവിട്ടിയതാ. ഓക്കെ, അപ്പം സസ്പെൻഷൻ പില്ലിയൻ കംഫർട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇതുകൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ല കിട്ടുന്നുണ്ടെന്നാണ് വില്യൻസ് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, സോ അതൊക്കെയായിരുന്നു നമുക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. മിറേഴ്സിന്റെ ഒക്കെ ഷേപ്പ് ഒക്കെ ഇങ്ങനെ, മിറേഴ്സ് കുറച്ചുകൂടി ഷേപ്പ് എങ്ങനെയുണ്ട്? വിസിബിലിറ്റി എങ്ങനെയുണ്ട്? വിസിബിലിറ്റി കുഴപ്പമില്ല, പക്ഷേ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഒരു മാറ്റി തന്നാലാണ് ഏറ്റവും നല്ലത്. കാര്യം ഇത് എല്ലായിടും വിചാരം ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓഫ് റോഡേഴ്സ് മിറർ ഒരു മാറ്റണം എന്ന് പറയുന്നത് മിക്കതും വിചാരം വീണാ പൊട്ടിപ്പോവും, അതായിരിക്കും. ശരി, അതൊന്നുമല്ല. നമ്മൾ ഫസ്റ്റ് കാര്യം വണ്ടി നിന്ന് ഓടിക്കുമ്പോൾ നമ്മൾ നിന്ന് ഓടിക്കുമ്പോൾ ഇത് കണ്ട കൈ തട്ടുന്നു, പിന്നെ പെട്ടെന്ന് ബ്രേക്ക് കിട്ടി ഇങ്ങനെ വീണാല് ഈ സാധനം ഒന്ന് അടിക്കും, ചെസ്റ്റിൽ അടിക്കും. അത് റിസ്ക് ആണ്. ചെസ്റ്റിൽ എവിടെ അടിക്കും എന്ന് പറയാൻ പറ്റില്ല ഈ സാധനം. അപ്പൊ ഏറ്റവും സേഫ്റ്റി ഓപ്ഷൻ ഇത് ഊരി മാറ്റുക. ഓക്കെ, പിന്നെ നമുക്ക് ഓഫ് റോഡിൽ കയറേണ്ട ആവശ്യമില്ല, ബാക്കിലുള്ള ആളെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓഫ് റോഡ് അത്യാവശ്യം ആ പർപ്പസ് അല്ലല്ലോ. നമുക്കൊരു ബാക്കിൽ ആളുണ്ടോ നോക്കിയിട്ട് അയാൾ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വീണ പൊട്ടുന്ന ഇഷ്യൂ ഫസ്റ്റ് ഒരു മാറ്റത്ര നല്ലതായിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, സോ അതൊക്കെയായിരുന്നു നമുക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. ടാങ്ക് സൈസ് ഓക്കെ ആണോ? ഹാപ്പി ആണോ? ടാങ്ക് സൈസ് ബ്രോ, ടാങ്കിന്റെ സൈസിൽ ഓക്കെ ആണോ? അത്യാവശ്യം 400 കിലോമീറ്റർ ഒക്കെ റേഞ്ച് കിട്ടുമോ ഫുൾ ടാങ്ക് അടിച്ചാൽ? ഫുൾ ടാങ്ക് അടിച്ചാൽ 400, അത് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ കാര്യം നമുക്ക് അത്രയും ഒരു എന്താ അറിയോ, ഫുൾ ടാങ്ക് അടിക്കും, പോകും, തിരിച്ചു വരും, പിന്നെ നാട്ടിൽ എപ്പോഴും അടിക്കാൻ. നമ്മൾ ലോങ് റൈഡ് പോകുമ്പോഴേ അറിയാൻ പറ്റും, ശ്രദ്ധിക്കുന്നത്. ഇതുകൊണ്ടൊരു ഗോവ പോകാൻ പറഞ്ഞാൽ പോവാം. പിന്നെ ഇപ്പൊ ഞാൻ പോകും, ഒരു കുഴപ്പമില്ല. ഇപ്പൊ വിടും, നല്ല മഴയൊക്കെ ഇല്ല. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് മാൻ, വളരെ നന്ദി. നല്ല കിട്ടില്ലൊരു മഴയത്ത് വിളിച്ചോണ്ട്, മഴയത്ത് തന്നെ നമ്മള് എക്സ്പൾസ് അഡ്വഞ്ചർ ബൈക്കിന്റെ. അയ്യോ, ഈ അഡ്വഞ്ചർ ബൈക്ക് ഓഫ് റോഡ് ചെയ്യുമ്പോൾ മഴയത്താ ചെയ്യണ്ടേ? ഇത് എടുക്കുന്ന ആള് മഴയും ചെളിയും കോടമഞ്ഞൊക്കെ തേടി പോകുന്ന ആൾക്കാരുടെ വണ്ടിയാണ് ഈ എക്സ്പൾസ് 210. ഈ വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് കാണുമ്പോൾ ആഗ്രഹിക്കും ഒരു എക്സ്പൾസ് എടുത്ത് വെച്ചാലോ. പണ്ട് RC പൊളിച്ചോണ്ടിരുന്ന ആളല്ലേ? അത് അഡ്വഞ്ചറിൽ ഞാൻ അത് ഇങ്ങനെ പൊളിച്ചിട്ടില്ല, ഇതൊക്കെ കാണുമ്പോൾ ഒരു ആഗ്രഹം. അപ്പൊ എടുക്കണോ 210 എടുക്ക്, നമുക്ക് പ്ലാൻ ചെയ്യാണെങ്കിൽ. അപ്പൊ അതൊക്കെയായിരുന്നു. അപ്പം നമുക്ക് പഴയ എക്സ്പൾസിന്റെ സർവീസ് കോസ്റ്റ് കൂടെ ചോദിച്ചിട്ട് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. സർവീസ് കോസ്റ്റ് പഴയ എക്സ്പൾസ് നമുക്ക് എനിക്ക് തോന്നുന്നു സെയിം എമൗണ്ട് 5000 കൂടുമ്പോൾ സർവീസ് ചെയ്യും. ബ്രോ കിലോമീറ്റർ ആണോ ചോദിച്ചത്? കിലോമീറ്റർ. ഇത് ഫസ്റ്റ് 750, 6000, 12000. സെക്കൻഡ് ഞാൻ ഓഫ് റോഡ് ചെയ്യുന്ന ഒരാള് ഒരിക്കലും കമ്പനി പറയുന്നതിനെക്കാട്ട് മുമ്പ് സർവീസ് ചെയ്യും. നമ്മൾ അത്രയും എഞ്ചിന് അത്രയും ട്രെയിൻ കൊടുക്കുന്നത് അല്ലേ? അതിനൊരു 1500 റേഞ്ച് സർവീസ് കോസ്റ്റ് വരുമായിരുന്നു. ആ സെയിം എഞ്ചിനുള്ളിൽ തന്നെയാണ് ഇതിലും കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്കൊരു 1560 കഴിഞ്ഞതിൽ ഞാനിത് കൊടുത്ത എമൗണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ കാണാനുണ്ടെങ്കിൽ എന്റെ പേജിൽ കിടപ്പുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഐ എം ഫ്രാങ്ക്, ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണാം. അപ്പം താങ്ക് യു സോ മച്ച് മാൻ, വളരെ നന്ദി, നല്ലൊരു വീഡിയോ തന്നു. അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം എക്സ്പൾസ് ഇറങ്ങിയതുപോലെ, എക്സ്പൾസ് 200 ഇറങ്ങിയതുപോലെ 210 നമ്മുടെ റോഡുകളിൽ കാണാൻ സാധിക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോസായിട്ട് ബൈക്സ്, സ്കൂട്ടേഴ്സ്, കാർസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.